എല്ലാവർക്കും മൈൻഡ് എൻചാൻറ്റിങ്ങിൻ്റെ ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവർ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നിരിക്കുന്നത് എന്നാണ്. നിങ്ങളുടെ ഒരുപാട് പേരുടെ ഡൗട്ടായിരിക്കും, നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടും അവരെന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല, അവരെന്തിനിപ്പോൾ നമ്മളിൽ നിന്നും ഒന്ന് അകന്നിരിക്കുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതിനാൽ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ റെസനേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. പിന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം മെസ്സേജസിൽ, നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക. അതുപോലെ തന്നെ റീഡിംഗ് കൂടുതൽ പേർക്ക് റെസനേറ്റ് ആവാൻ വേണ്ടി ഒരു ചെറിയൊരു എനർജി എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നതെന്ന് കേട്ടോ. ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവരിപ്പോൾ അവരുടെ ഉള്ളിൽ ചില എന്തോ ഒരു നിരാശ അനുഭവപ്പെടുന്നുണ്ട്. എന്തോ ഒരു വളരെയധികം വിഷമത്തിലാണ്, തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത അവർക്കുണ്ട്. അത്തരത്തിലൊരു ഫീലിങ്സാണ് അവർക്കുള്ളത്. ജീവിതത്തോട് തന്നെ ഒരു റിഗ്രറ്റ് അവർക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ശരിയായൊരു മൂഡല്ല, എനിക്ക് എപ്പോഴും വേദനകളാണ്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അവർ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒരു ചിന്തയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിന് ഇപ്പോൾ ഉള്ളവരുടെ ഈ പെരുമാറ്റത്തിനുള്ള യഥാർത്ഥ കാരണം എന്താണെന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആയിരിക്കുകയാണ്. അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പല കാര്യത്തിലും അവരുടെ ചുറ്റുപാടും ആകെ മാറി മറിഞ്ഞ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ ചിലപ്പോൾ അവരുടെ ജോലിക്കാരിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. അവർ വിചാരിച്ച രീതിയിൽ അതൊന്നും നടന്നില്ല. ലൈഫ് തന്നെ ആകെ ചേഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പം ഉണ്ടായ ഈ സഡൻ ഉണ്ടായ ലൈഫിലെ ചേഞ്ച് അവരെ ആകെ തകർത്തു എന്ന ഒരു തോന്നലാണ് അവർക്കുള്ളത്. ഇതിന് കര കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഒന്നും പഴയ പോലെയല്ല സാഹചര്യങ്ങൾ, ഇനി മുമ്പ് ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല, അങ്ങനെ ഒരു ഇതിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇതാണ് അവരുടെ ഉള്ളിലെ ഇപ്പോൾ ഉള്ള ചേഞ്ചിനുള്ളൊരു യഥാർത്ഥ കാരണം. പിന്നീട് നമുക്ക് 4 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. 4 ഓഫ് വാൻഡ്സ് വരുമ്പോൾ ഞാൻ ഇവിടെ നോക്കുന്നത്, അവർക്ക് എന്താണ് ഇപ്പം അവരുടെ മനസ്സിൽ, അവർക്ക് നിങ്ങളോട് ഇവിടെ താല്പര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ, എന്താണ് അവർ അകലുന്നതിനൊരു കാരണം നോക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടമുണ്ട്. അവർ നല്ല രീതിയിലൊരു ഫാമിലി ലൈഫൊക്കെ അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ഒത്തിട്ട് എന്താ പറയുക, ഒരു സെക്യൂർ ലൈഫൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൽ വിജയം നേടണം, അതുപോലെ ലൈഫിലെ മറ്റ് കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവണം, അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ വ്യക്തി ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ അകന്ന് മാറി കുറച്ച് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നാണ്, ഒരു സേഫ് ചോയ്സ് എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർ എക്സ്റ്റേണലി എന്താണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കുമ്പോൾ ഇതൊരു നെഗറ്റീവ് ആയിട്ടല്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെയാണ്. അവർക്ക് പ്യുവർ ആയിട്ടുള്ള ഇമോഷൻസ് ആണുള്ളത്. അത് തന്നെയാണ് അവരുടെ ബ്ലോക്ക് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം അവരുടെ ഹർട്ട് ഫുള്ളാണ്. അവരുടെ ഉള്ളിലൊരു പേടിയുണ്ട്, അവർക്ക് കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതായത് ഫീലിങ്സൊക്കെ കൂടുതലായതിനാൽ തന്നെ അവർ എന്താ പറയുക, വീക്കാകുമോ, അത്തരത്തിലൊരു എനർജിയാണ് അവർക്കുള്ളത്. മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയില്ലേ, ഇനി എന്തായി തീരും, അത്തരത്തിലുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ
ഇവിടെ നമുക്ക് നെക്സ്റ്റ് 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നൊരു ഗൈഡൻസ് ആണ്. നിങ്ങളോട് ഇവിടെ പാസ്റ്റിൽ മാത്രം ജീവിക്കാതിരിക്കുക. ആ വ്യക്തി ഇപ്പോൾ അവരുടെ ലൈഫൊക്കെ ഒന്ന് ചേഞ്ച് ആയതുകൊണ്ടാണ് അവരിൽ വന്ന മാറ്റം. അപ്പം നിങ്ങൾ അതന്നെ ഓർത്തിരുന്ന് പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിനെ എന്താ പറയുക പ്യുവറായി വിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് കറക്റ്റ് സമയത്ത് അവരുടെ സ്നേഹം തിരിച്ചെത്തും. നിങ്ങളതിൽ ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. അവരെ വെറുതെ ചേസ് ചെയ്യാനോ ബെഗ് ചെയ്യാനോ ഫോഴ്സ് ചെയ്യാനോ ഒന്നും നിങ്ങൾ പോകണ്ട. കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാനുള്ളൊരു ചാൻസാണ് ഇവിടെ ഈ 6 ഓഫ് കപ്സ് വരുമ്പോൾ. അവരും നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരിപ്പോൾ അകന്ന് നിൽക്കുന്നത് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ഇപ്പോൾ അവർക്ക് എന്താ പറയുക കാര്യങ്ങളോടൊക്കെ ഒരു ഭയം, അവരുടെ ജീവിതത്തിൽ വന്ന ചില മാറ്റങ്ങൾ കാരണം കാര്യങ്ങളോടൊക്കെ ഒരു ഭയമുണ്ട്. അപ്പോൾ അതിൽ നിന്നും എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് അവരുടെ മനസ്സിൽ ശാന്തമാകുമ്പോൾ അവർ തിരിച്ചു വരും കേട്ടോ.